നമസ്കാരം. നമുക്ക് ഇന്നൊരു പൊരുത്ത സംവിധാനം നോക്കാം. ഒരു ദമ്പതികളുടെ പൊരുത്ത സംവിധാനം. ആൺജാതകം. ലഗ്നം വന്നിരിക്കുന്നത് ചിങ്ങത്ത്. 4-ൽ ശനി. ധനുവിലാണ് കുജനെങ്കിലും 4-ലോട്ട് ഭാവാൽ മാറിക്കഴിഞ്ഞു. 7-ൽ ഗുരുവും ബുധനും. രവിയും ചന്ദ്രനും 8-ൽ, ശുക്രൻ 9-ൽ. ആദ്യം ഇത് പുരുഷജാതമാണ്. ലഗ്നത്തിന് ബലമുണ്ടോ? വിദ്യാഭ്യാസം കിട്ടിയിരിക്കുമോ? തൊഴിൽ കിട്ടിയിരിക്കുമോ ഇയാൾക്ക്? 2-ാം ഭാവത്തിന് ഗ്രഹബന്ധമുണ്ട്. ലഗ്നാധിപന്റെ ബന്ധം തന്നെയുണ്ട്. ലഗ്നാധിപനെ 4-ഉം 10-ഉം ഭാവപതി, യോഗകാരകൻ. 4-ഉം 9-ഉം ഭാവപതി കുജന്റെ ദൃഷ്ടിയുമുണ്ട്. വിദ്യ കിട്ടിയിരിക്കണം. 10-ലേക്ക് തൊഴിൽ ചെയ്യാൻ നിരന്തരം പ്രേരിപ്പിക്കുന്ന ശനിയുണ്ട്. ശനിക്ക് ഇവിടെ 10-മായി ബന്ധമുണ്ട്. അപ്പോൾ 10-ഉം കുഴപ്പമില്ല. ലഗ്നത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്, തെറ്റില്ല. സ്ത്രീ ജാതകത്തിൽ ലഗ്നം വന്നിരിക്കുന്നത് ഇടവ ലഗ്നം. ലഗ്നാധിപൻ 12-ൽ. പക്ഷേ ലഗ്നഭാവത്തിലേക്ക് ബുധൻ പ്രവേശിച്ചു കഴിഞ്ഞു. 2-ാം ഭാവപതി കൂടെയാണ്. 2-ാം ഭാവപതിക്ക് ലഗ്ന ബന്ധമുണ്ട്. 2-ലേക്ക് കുജന്റെ ദൃഷ്ടിയുമുണ്ട്. വിദ്യ കിട്ടും. 2-ലല്ല, ചന്ദ്രനും ശുക്രനും മിഥുനൻ രാശിയിലാണെങ്കിലും 3-ലോട്ട് മാറി. 9-ാം ഭാവപതി 9-ലുണ്ട്. 10-ലേക്ക് ഗുരു നിൽക്കുന്ന രാശിയിൽ നിന്നും 10-ലേക്ക് ഗുരുവിന്റെ ദൃഷ്ടിയുണ്ട്. ലഗ്നാൽ 10-ലേക്ക് ഗുരു നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുരുവിന്റെ 9-ലേക്കുള്ള ദൃഷ്ടി. അപ്പോൾ അതൊക്കെ ബലവത്താണ്. ഇവരെ 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോ അവരുടെ 7 കൂടെ നമുക്ക് നോക്കാം. പുരുഷ ജാതകത്തിലെ 7-ന് ശുഭബന്ധമുണ്ട്. 2 നല്ല ശുഭഗ്രഹങ്ങളാണ്. 2-ഉം 11-ഉം ഭാവപതി ബുധൻ. ലഗ്നബന്ധം 7-ൽ നിൽക്കുകയാണ്. നല്ലതാണല്ലോ അത്. ഗുരുവിന് ഈ രാശിയും നല്ലതാണ്, 7-ഉം നല്ലതാണ്. 7-ാം ഭാവപതി എവിടെ? 7-ാം ഭാവപതിയും കേന്ദ്രത്തിലുണ്ട്. ഭാര്യാകാരകനായ ശുക്രനെ കൂടെ അന്വേഷിക്കണം. ശുക്രൻ 9-ലാണ്. കുഴപ്പമില്ല. ഈ പുരുഷജാതകത്തിൽ കാലാവസ്ഥക്കൊന്നും വലിയ കുഴപ്പം കാണുന്നില്ല. ഇനി സ്ത്രീ ജാതകത്തിലോ? ഇനി ഏറ്റവും നല്ലൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ പുരുഷജാതകത്തിൽ ഓജരാശിയിലാണ്, അതായത് പുരുഷ രാശിയിലാണ് ലഗ്നം വന്നിരിക്കുന്നത്. ഓജമെന്നും യുഗ്മ എന്നും ഉണ്ടല്ലോ. സ്ത്രീ ജാതകത്തിൽ യുഗ്മരാശിയിലാണ് ലഗ്നം വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടത്തെ 7 നോക്കിയപ്പോൾ 7-ാം ഭാവപതി ചൊവ്വ ലാഭസ്ഥാനമായ 11-ൽ നിൽക്കുകയാണ്. 7-ലോട്ട് 4-ാം ഭാവപതിയുടെ ദൃഷ്ടിയുണ്ട്. രവിക്ക് ലഗ്നരാശി അത്ര നന്നല്ല. ലഗ്നത്തിലേക്ക് നിൽക്കുമ്പോൾ 7-ലോട്ടുള്ള ദൃഷ്ടിയും വരും. അപ്പോൾ ഇതാണ് കാലാവസ്ഥ. ഇവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ സ്ത്രീ ജാതകക്കാരിയുടെ മാതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മകളും മരുമകനും എൻജിനീയറിംഗ് മേഖലയിലാണ്. ആ മേഖലയിലാണ് പഠിച്ചത്. ആ മേഖലയിൽ തന്നെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നുണ്ട്. 2 പേരും ഒരു ഫ്ലാറ്റിൽ തന്നെയാണ് താമസം. അനന്ത് കുഴപ്പം? സുഖമായിട്ട് പോണില്ലേ? ഇല്ല, സുഖമായിട്ട് പോണില്ല.
അവർ തമ്മിൽ ഒരു കെമിസ്ട്രി, ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നില്ല. എന്തുപറ്റി? അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പരസ്പരമുള്ള ഈഗോ ആയിരിക്കാം. ഒരാൾ പറയുന്നത് മറ്റേയാൾക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഭാര്യ ഭർത്തൃ ബന്ധം സുഖകരമായല്ല മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഇതിനെന്താണ് വഴി? ഒരു പൊരുത്തം, ഇതൊന്ന് സാറൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല മറ്റൊരാവശ്യവും കൂടെ പറഞ്ഞു. സാറ് എന്നോട് എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ, ഈ പൊരുത്തം നോക്കിയിട്ട് അതിൻ്റെ ഗുണമോ ദോഷമോ നോക്കി പറഞ്ഞു തരുമ്പോൾ, ഞാൻ അവർക്ക് തിരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ആശയക്കുഴപ്പങ്ങളുണ്ടാകാം. അതുകൊണ്ട് സാറിതൊരു വീഡിയോ ആക്കിയിട്ടിട്ട് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കും. സാറിൻ്റെ സംഭാഷണം നേരിട്ട് തന്നെ കേൾക്കട്ടെ. ഞാനും പറഞ്ഞു ആയിക്കോളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഒരു വീക്ഷണകോണിലൂടെ മാത്രം ഗ്രഹനിലയെ കാണുമ്പോഴാണ്. ഇനി ഇതിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ, ദുസൂചനകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കാരണം ഗുണദോഷ സമ്മിശ്രണമാണ് എല്ലാ ഗ്രഹനിലകളും. നല്ലത് മാത്രമല്ല, പൊല്ലാത്ത സൂചനയും കിട്ടും. പൊല്ലാത്ത സൂചന കിട്ടിയാൽ അത് നമ്മൾ അനുഭവിക്കേണ്ടതാണ്. നമ്മുടെ കർമ്മം കൊണ്ട് അത് മാറ്റാം, നമ്മുടെ മനോഭാവം കൊണ്ട് അത് മാറ്റാം. നമുക്ക് നോക്കാം. പുരുഷ ജാതകത്തിൽ ലഗ്നാധിപനായ രവി 8-ൽ 12-ാം ഭാവാധിപനുമായി യോഗം ചെയ്തു നിൽക്കുന്നു. ചന്ദ്രനും രവിക്കും 8 അത്ര പന്തിയല്ല, ചന്ദ്രന് ബലവുമില്ല. ചന്ദ്രൻ 12-ാം ഭാവപതിയുമാണ്. അവിടേക്ക് കുജന്റെ ദൃഷ്ടി. 7-ന് ശുഭബന്ധമുണ്ട്. ലഗ്നത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി. ലഗ്നത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി നല്ലതാണ്, പൊല്ലാത്തതുമാണ്. തേജസ് ഉണ്ടായിരിക്കും ഒരാളുടെ രൂപത്തിൽ എന്നാ പറയുക. ഉണ്ടോ അല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അസുഖങ്ങൾ, ഇത് പറയുന്നത് അസുഖങ്ങൾ വന്ന് വേട്ടയാടപ്പെടാം. അസുഖങ്ങൾ ശരീരത്തിന് ഏറ്റാൽ എന്ത് ചെയ്യണം? ചികിത്സിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരാളുടെ അസുഖം വരികയോ ചത്തുപോവുകയോ ഇല്ല. മനക്കാരകനായ ചന്ദ്രന് ബലമില്ല, ദുസ്ഥാനത്താണ് എന്നതുകൊണ്ട് മനചാഞ്ചല്യം ഉണ്ടാകാം. ശരിക്കും മനചാഞ്ചല്യം ഉണ്ടാകാം. അത് ഈ വ്യക്തി തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ലഗ്നാധിപനായ ശുക്രൻ ഇവിടെ 12-ലായി പോയി, ഒരാളിന് 8-ലായി പോയി, മറ്റേയാളിന് 12-ലായി പോയി. പക്ഷേ 12 ശുക്രൻ ഒരു ദുസ്ഥാനമല്ല. ശുക്രന് മാത്രം 12 ഒരു ദുസ്ഥാനമല്ല. അപ്പോൾ 7-ലോട്ട് ഒരു പാപന്റെ ദൃഷ്ടിയും വന്നിരിക്കുന്നു. ഗുണദോഷ സമ്മിശ്രണമാണ് ഈ ജാതകം. യോജിച്ച് പോകാം. അതുകൊണ്ടായിരിക്കണമല്ലോ 5 വർഷം ഒരു ഫ്ലാറ്റിൽ ഒരു മുറിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവരൊരുമിച്ച് ജീവിച്ചത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈഗോ ക്ലാഷുകൾ മാറ്റി വച്ചാൽ മുന്നോട്ടുള്ള ജീവിതയാത്ര ഈ ഗ്രഹനില പ്രകാരം സാധ്യമാണ്. ഇവർക്ക് കുഞ്ഞുങ്ങളില്ല. സന്താനകാരകനായ ഗുരുവിന് ലഗ്നബന്ധമുണ്ട്, അത് നല്ലതാണ്. ഇവിടെ ശുക്രൻ 9-ൽ നിൽക്കുന്നു. ചന്ദ്രന് ബലക്കുറവുണ്ട്. ചന്ദ്രൻ 8-ല അല്ല, ശുക്രനെയും രവിയെയും കൊണ്ട സമന്തകാരകനായ ശുക്രനും അതിന് സംരക്ഷണം കൊടുക്കുന്ന രവിയെയും കൊണ്ട പുരുഷന്റെ സന്താനഭാവം ഗുരുവിനും അപ്പുറം ചിന്തിക്കുക. ശുക്രൻ 9-ൽ ഭാഗ്യസ്ഥാനത്തുണ്ട്. പക്ഷേ സംരക്ഷണം കൊടുക്കേണ്ട രവി, അതും ലഗ്നാധിപൻ 8-ലായി പോയി. കൗണ്ടിങ്ങിൻ്റെ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റാം. ഇവിടെ ചന്ദ്രനെയും കുജനെയും കൊണ്ട ഗുരു 3-ലായി പോയി. 3 ഗുരുവിനത്ര പന്തിയല്ല, സന്താനകാരകന്. പക്ഷേ
കുജനെയും ചന്ദ്രനെയും കൊണ്ടാണ്, രക്തകാരകനായ ചന്ദ്രനെയും രക്തത്തെ ഉത്തേജിപ്പിക്കുന്ന പിത്തകാരകനായ കുജനെയും കൊണ്ട സ്ത്രീക്ക് സന്താനഭാവം ചിന്തിക്കുക. കുജന് ചന്ദ്രനുമായി ബന്ധമുണ്ട്, കുജന്റെ സ്ഥിതി നല്ലതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വന്നിരിക്കുന്നു. പിന്നോട്ട് വലിക്കലിൻ്റെ ആളായ ശനിയുടെ ഒരു ദൃഷ്ടി കുജനുണ്ട്. കുഴപ്പമില്ല, എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഗൈനക്കോളജിസ്റ്റിനെ ആ സംവിധാനവുമായിട്ട് കാണുക. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മനസ്സ് വച്ചാൽ, പരസ്പരം തുറന്നു പറഞ്ഞാൽ, വിട്ടുവീഴ്ചകൾ ചെയ്താൽ തീർച്ചയായിട്ടും ഇനിയുള്ള കാലമെങ്കിലും പുതിയൊരു ജീവിതം ആണെന്ന് കരുതി കഴിഞ്ഞതെല്ലാം മറന്നു കളഞ്ഞ് ഒരു പുതിയ ആദ്യ രാത്രിയുടെ ആഘോഷത്തോടുകൂടി ജീവിതം തുടങ്ങിക്കൊള്ളു. ഉന്നത ബിരുദധാരികളായ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ഗ്രഹനിലക്കാരെ, അങ്ങനെ ആ മേഖലകളിൽ, എഞ്ചിനീയറിംഗ് മേഖലകളിൽ പഠിക്കാനും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട തൊഴിൽ രംഗത്ത് നിൽക്കാനും കഴിയുന്നുണ്ടോ? നിങ്ങളോട് ഒരു കാര്യം, ഒരു തേർഡ് ഗ്രൂപ്പും എടുത്ത് ഒരു പ്രീ ഡിഗ്രിക്കാരനായ ഒരു സാധാരണക്കാരനായ ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് പറയാനുള്ള അറിവുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. ഞാൻ സർവകലാശാലകളിൽ നിന്ന് ബിരുദ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയിട്ടുള്ളവനല്ല. എൻ്റെ സർവകലാശാല ഈ ജീവിതം എന്ന സർവകലാശാലയായിരുന്നു. ജീവിത അനുഭവങ്ങളായിരുന്നു, വായനാനുഭവങ്ങളായിരുന്നു, യാത്രാനുഭവങ്ങളായിരുന്നു. ഈ അനുഭവ തലങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു, യോജിച്ചു പോകാൻ തയ്യാറല്ലെങ്കിൽ പരസ്പരം കൈകൊടുത്ത് ആഘോഷത്തോടെ ജീവിതം അസ്വസ്ഥമായി പിറുപിറുത്തുകൊണ്ട് ജീവിക്കരുത്. പിരിയാമല്ലോ, സുഖമായിട്ട് പിരിയാമല്ലോ. നമ്മൾ തമ്മിലുള്ള ഈ കച്ചവടം നടക്കുന്നില്ല, നമുക്ക് പിരിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിന് ഒരു സ്വസ്ഥത കിട്ടൂ എന്ന് വരികയാണെങ്കിൽ അങ്ങ് പിരിഞ്ഞേക്കുക. ഞാൻ പറയുന്നു, വേണ്ട. നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ദിവസം അന്ന് രാത്രി ഉറങ്ങാതെ പ്രേമസുരഭിലതയോടെ പരസ്പരം മനസ്സുകൾ പങ്കിട്ടുകൊണ്ട് ജീവിക്കൂ. അതിന് നിങ്ങൾക്ക് കഴിയും. എനിക്ക് ഇതിവിടെ വെച്ച് അവസാനിച്ചു. അവർ മര്യാദക്ക് ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ, പിരിയണമെങ്കിൽ പിരിയട്ടെ, അത് അവരുടെ വിഷയം. എനിക്ക് പ്രധാനപ്പെട്ട ഒരു സംഗതി പറയാനുണ്ട്. ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് വരുന്ന നിരവധിയായ ഫോൺ കോളുകളിൽ ഏറിയ ശതമാനവും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് 30-35 വയസ്സായി ജീവിതത്തിൽ ഒന്നുമേ ചെയ്യാനാകാതെ പകച്ചു നിൽക്കുന്നവരുടെ അമ്മമാരുടേതാണ്, അവരുടെ ആധിയാണ്. ഇത്ര വരെ പഠിച്ചിട്ടും ജോലി കിട്ടുന്നില്ല, ഒന്നും ആയില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിയതിൽ നമുക്കൊക്കെ തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് ബോധ്യമാവുക. ഒരു കുഞ്ഞിനെ ഒന്നുമേ ചെയ്യിപ്പിക്കാതെ ജനനം മുതൽ അവരുടെ കൂട്ടത്തു നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഒന്നുമേ ചെയ്യാനാകാത്ത ഒരു നിഷ്ക്രിയ ജന്മമായി നാം കുട്ടികളെ വളർത്തുന്നു. ഒരുത്തൻ്റെ അല്ലെങ്കിൽ ഒരുത്തിയുടെ ജീവിതം കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി തീരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ പിറകെയാണ്. അവനെ വളർത്തണം, അവൻ്റെ വിദ്യാഭ്യാസം കൊടുക്കണം. എന്നാൽ ശരിക്കും വളർത്തുന്നുണ്ടോ? ശരിക്കും വിദ്യാഭ്യാസം എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വാരിക്കൂട്ടുക മാത്രം. എന്നിട്ട് വിവാഹവും കഴിച്ചു കൊടുക്കണം, അവൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം. ആ ജന്മം തീർന്നു. പാടില്ല. കുഞ്ഞുങ്ങളെ 18 വയസ്സ് വരെ അല്ലെങ്കിൽ 20 വയസ്സ് വരെ നിങ്ങൾ വളർത്തിയാൽ മതി. അതിനോടകം തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പ്രാപ്തി, ആത്മവിശ്വാസത്തോടുകൂടി ജീവിതത്തെ നേരിടേണ്ട പ്രാപ്തി, തൊഴിൽ ചെയ്യാനുള്ള പ്രാപ്തി ഒക്കെയും ഉണ്ടാക്കി കൊടുക്കണം.
എന്ത് പഠിക്കുന്നോ അവൻ്റെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷകർത്താക്കൾക്കുണ്ട്. അങ്ങനെ പഠിപ്പിച്ച് വിട്ടാൽ മതി, വിദ്യ അഭ്യസിപ്പിച്ചു കൊടുത്താൽ മതി. ആ വിദ്യാഭ്യാസം കൊണ്ട് അവന് തൊഴിൽ തേടുകയും അവൻ ആത്മവിശ്വാസത്തോടെ ജീവിക്കും എന്നുള്ള ബോധ്യം അവന് ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ ഒരു കുഞ്ഞുണ്ടായത് മുതൽ, പ്രത്യേകിച്ച് പെൺകുഞ്ഞാണെങ്കിൽ അത് മുതൽ സമ്പത്തുണ്ടാക്കുക, സ്വർണവും സമ്പത്തുമായിട്ട് അവിടെ കല്യാണമാണ് പിന്നെ സ്വപ്നം കാണുന്നത്. എന്തിനാണ് കുഞ്ഞുങ്ങൾ? നിങ്ങൾ മുണ്ട് മുറുക്കി കൊടുത്തു, നിങ്ങളുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാതെ സമ്പത്തുണ്ടാക്കി കൊടുക്കരുത്. കുഞ്ഞുങ്ങൾക്ക് ആണായാലും പെണ്ണായാലും സമ്പത്ത് അവരുണ്ടാക്കേണ്ടതാണ് അവരുടെ ജീവിതത്തിലേക്ക് വേണ്ടി. നമുക്ക് അവരുടെ ജീവിതത്തിൻ്റെ പുറകെ 20 വയസ്സ് കഴിഞ്ഞാൽ അവരെ അങ്ങ് ചവിട്ടി പുറത്താക്കുക. നിങ്ങൾ ജീവിക്കുക. അവരെ വളർത്തുന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്നെ അവരെ വളർത്തേണ്ടതില്ല, അവർ വളർന്നോളും. പക്ഷേ ചിലരെ അങ്ങനെ പറ്റില്ല. നമുക്ക് ചില ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടായേക്കാം. അവരെ അങ്ങനെ നമുക്ക് കളയാൻ പറ്റില്ല. ജീവിതകാലം മുഴുക്ക സംരക്ഷിക്കേണ്ടി വന്നാൽ അത് സംരക്ഷിക്കേണ്ടി വരിക തന്നെ ചെയ്യും. അത് ജീവിതത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്, ധാർമ്മികതയാണ്. മറ്റതങ്ങനെയല്ല. ഐക്യമൊക്കെ നേരെയുള്ള ഒരു കുഞ്ഞിനെ അവനെ പറക്കാൻ ആകാശങ്ങളിലേക്ക് വലിച്ചെറിയണം ആ വിദ്യ കൊടുത്തിട്ട്. നിങ്ങളുടെ കൂട്ടത്ത് നിർത്തരുത്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ കാലാവസ്ഥയിൽ 18 വയസ്സാകുമ്പം നിങ്ങളെ തള്ളുന്നില്ല. പക്ഷേ 22 വയസ്സ് കഴിഞ്ഞാൽ അച്ഛൻ അമ്മ എന്ന ഒരു ആശ്രിതത്വം, അച്ഛൻ തന്നെ അമ്മ തന്നെ. മറിച്ച് നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇങ്ങോട്ട് വന്ന് ആശ്രയിക്കരുത്. ആശ്രയിച്ചാൽ അത് കിട്ടില്ല. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ, ഞാൻ സമ്പത്തുണ്ടാക്കുമെങ്കിൽ എനിക്കും ഭാര്യയ്ക്കും സുഖമായിട്ട് ജീവിക്കാനാണ്. നിങ്ങളെ പറഞ്ഞയച്ചിട്ടൊരു 2ാം ദാമ്പത്യത്തിലേക്ക്. ഈ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ ജീവിതത്തെ വീക്ഷിച്ചാൽ ടെൻഷനൊന്നുമില്ല. മാതാപിതാക്കളോട് ഒരപേക്ഷ, നിങ്ങൾ ഇനിയെങ്കിലും ജീവിക്കാൻ ശ്രമിക്കുക. എപ്പോഴും കുഞ്ഞുങ്ങളുടെ പുറകെ നടക്കാതിരിക്കുക. അത് അവരുടെ വ്യക്തിത്വത്തെ തകർത്ത് തരിപ്പണമാക്കും. ഇന്ന് 10-30 വയസ്സായ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടിക്കായാലും അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ പോലും തിരഞ്ഞെടുക്കാനാവാതെ അച്ഛനമ്മമാരന്വേഷിച്ചു കൊടുക്കണം. അച്ഛനമ്മമാർക്ക് നിർദ്ദേശം കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. അത് വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വേറൊരു തലമാണ്. മരണം വരെയും വേർപിരിയാതെ പ്രേമസുരഭിലതയോടെ ജീവിക്കേണ്ട ആ തലം. ഇതിനിടയിൽ കല്യാണം ഒരു സംഘട്ടനമായി മാറുമെങ്കിൽ അവിടെ വെച്ച് കൈകൊടുത്ത് പിരിയണം. ആദ്യ രാത്രി സമ്മേളിച്ചതുപോലെ അവസാന രാത്രി ആഘോഷിച്ചുകൊണ്ട് കൈകൊടുത്ത് കേക്ക് മുറിച്ചുകൊണ്ട് പിരിയണം. എൻ്റെ ചില വർത്തമാനങ്ങൾ ഒരു കല്ലുകടിയായി തോന്നാം. അതങ്ങനെയാണ്. ചില സത്യങ്ങൾ കാലത്തിന് മുമ്പേ പറയുന്നവനെ അധിക്ഷേപിക്കുകയും പിന്നെ അത് സത്യമാണെന്ന് ബോധ്യമാവുമ്പോൾ ആദരിക്കുകയും ചെയ്യുന്ന ഒരു ഇടപാട് ആദിമകാലത്ത് തന്നെയുണ്ട്. ഈ ജീവിതം, ഈ കൊച്ചു ജീവിതം നന്മകൾ ചെയ്ത് ധാർമ്മിക ബോധത്തോടെ നമ്മുടെ സന്തോഷത്തോടു കൂടി ജീവിക്കുക. നമ്മുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ സന്തോഷത്തിന് നമുക്ക് എന്തെല്ലാം ഉപാധികളുണ്ടോ, ധാർമ്മികമായ ഉപാധികളുണ്ടോ, അത് ചെയ്യണം. എനിക്ക് യാത്രകളിലൂടെ, വ്യത്യസ്തങ്ങളായ യാത്രകളിലൂടെ സന്തോഷങ്ങൾ വായനയിലൂടെയൊക്കെ അനുഭവിക്കുന്ന ആളാണ്. ഞാൻ കുറച്ച് കാലം മുമ്പ് ഒരു കടൽ യാത്ര പോയിരുന്നു. എനിക്ക് എൻ്റെ ഈ സൗഹൃദ വലയങ്ങളിൽ കൊച്ചുകുട്ടികൾ മുതൽ വ്യത്യസ്തങ്ങളായ തലങ്ങളിലുള്ളവർ വരെ ഉണ്ട്. അതിൽ എൻ്റെ വീടിൻ്റെ ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ് കടൽ. അവിടെ എനിക്ക് ഒട്ടനവധി മീൻ പിടിക്കാൻ പോകുന്നവരുടെ സൗഹൃദ ശേഖരങ്ങളുണ്ട്. അവരും ഒരുമിച്ച് ഒരു ബോട്ടിൽ, മേൽക്കൂരയില്ലാത്ത ഒരു ബോട്ടിൽ, ഒരു വള്ളത്തിൽ യന്ത്രം ഘടിപ്പിച്ചിട്ടുള്ള അതിൽ അവർ 5 പേരടക്കം ഞാൻ ഒരു രാത്രി വൈകുന്നേരം മീൻ പിടിക്കാൻ പോയതാണ് അവരുടെ കൂട്ടത്ത്. പിറ്റേ ദിവസം രാവിലെ തിരിച്ചു വരും.
എന്ത് ജീവിതത്തിൽ കാണാത്ത മനോഹരങ്ങളായ കാഴ്ചകൾ. അന്ന് ഏകദേശം വെളുത്ത വാവിനോട് അടുത്ത ദിവസമായിരുന്നു. ഒരു കുട്ട ഇങ്ങനെ കമഴ്ത്തി വെച്ചതുപോലെ ആകാശത്തിൽ അനവധിയായ നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, ഒരു റൗണ്ട് കണക്കിന്, നീല റൗണ്ട് കണക്കിന് കടൽ. അവിടെ ഇരുന്ന് ആധ്യാത്മികതയുടെ പുതിയ തലങ്ങൾ ഞാൻ അനുഭവിക്കുകയായിരുന്നു. ഇത്തരം 10 പൈസ ചെലവില്ലാത്ത വ്യത്യസ്തങ്ങളായ യാത്രകൾ ചെയ്ത് സന്തോഷം, എൻ്റെ സന്തോഷം ഞാനല്ലേ കണ്ടെത്തേണ്ടത്. രാവിലെ എണീക്കുക, ജോലി സ്ഥലത്ത് പോവുക, തിരിച്ചു വരിക, പിള്ളേരെ വളർത്തുക, കിടന്നുറങ്ങുക എന്നീ നരച്ച ജീവിതത്തിനുമപ്പുറം നമ്മൾ ലോകത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ സന്തോഷങ്ങൾ, ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ അനുഭവിക്കണം. നമ്മൾ സമ്പത്ത് വാരിക്കൂട്ടുക, കുമിച്ച് കൂട്ടുക, എന്നിട്ടത് പിൽക്കാല തലമുറക്ക് ധൂർത്തമായി ജീവിതം നയിക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഒരു പടുവിഡ്ഢിയെപ്പോലെ ചത്തുപോകുന്നതിൽ ഒരർത്ഥവുമില്ല. നമുക്ക് കേരളത്തിൽ ഒരു കുഴപ്പമുണ്ട്. പഠിച്ചെങ്ങനെയെങ്കിലും ഒരു ജോലി, സർക്കാർ ജോലി കിട്ടിയാൽ കൊള്ളാം. എന്നിട്ട് ഒന്നിനും തികയില്ല. സർക്കാർ എത്ര ഇത് കിട്ടിയിരുന്നാലും തികയില്ല. വീടിൻ്റെ ലോൺ അടയ്ക്കണം, കാറിൻ്റെ ലോൺ അടയ്ക്കണം, മാസം കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. വളരെ അരിഷ്ടിച്ച നരച്ചമായൊരു ജീവിതത്തിൽ എന്നിട്ട് പിള്ളേരെ പഠിപ്പിക്കണം, ഒരു രക്ഷയുമില്ല. മറിച്ച് നമ്മളിപ്പോഴും മറ്റ് തൊഴിൽ മേഖലകളെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നാസയിലെ ശാസ്ത്രജ്ഞനാകുന്നതിനെപ്പറ്റി നമ്മുടെ ചിന്തകളിലേക്ക് വരുന്നില്ല. ബഹിരാകാശ വാഹനത്തിൻ്റെ യന്ത്ര സംവിധാനങ്ങൾ നന്നാക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലകളിലോട്ട്, പഠന മേഖലകളിലോട്ട് നമ്മൾ പോകുന്നില്ല. സംരംഭകത്തെപ്പറ്റി, സംരംഭകം ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് മറ്റേതൊരു പ്രവർത്തന മേഖലയേക്കാളും. സംരംഭകത്വത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസം നടത്തിയിട്ടുള്ളവൻ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ 8ാം ക്ലാസ് പോലും കടന്നിട്ടില്ലാത്തവൻ രാജ്യാന്തര യാത്രകൾ ചെയ്യുന്നു. പല രാജ്യങ്ങളിലും ബിസിനസ് സ്ഥാപനങ്ങൾ അവനിട്ടിരിക്കുന്നു. എന്ത് പറ്റി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്? ഇനിയും ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി.